താരശക്തികളെയും നിർമ്മാണ സമീപനങ്ങളെയും പറ്റി ചലച്ചിത്ര സംവിധായകരും ശ്രദ്ധേയ വ്യക്തിത്വവുമായ അഖിൽ മാരാർ അടുത്തിടെ നടത്തിയ തുറന്നുപറച്ചിലുകൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. യുവതാരങ്ങളുടെ പിന്തുണയിലും അവർക്ക് അവസരം നൽകുന്നതിലും മലയാളത്തിലെ പ്രമുഖ നടീനടന്മാർ സ്വീകരിക്കുന്ന നിലപാടുകളെ അദ്ദേഹം താരതമ്യം ചെയ്യുകയും ചിലരെ നിശിതമായി വിമർശിക്കുകയും ചെയ്തു. മലയാള സിനിമയിൽ നിർമ്മാതാവെന്ന നിലയിൽ നടൻ ദിലീപ് വഹിച്ച പങ്കിനെ പ്രശംസിച്ചുകൊണ്ടാണ് അഖിൽ മാരാർ തന്റെ വാദങ്ങൾ ആരംഭിച്ചത്. യുവതലമുറയിലെ അഭിനേതാക്കൾക്ക് വേണ്ടി പണമിറക്കുന്നതിൽ സൂപ്പർ താരങ്ങൾ കാണിക്കുന്ന മനോഭാവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ പലപ്പോഴും മുഖ്യധാരയിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയമാണ്. നടൻ പൃഥ്വിരാജിനെതിരെയാണ് അദ്ദേഹത്തിന്റെ വിമർശനങ്ങളിൽ ഭൂരിഭാഗവും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒരു നിർമ്മാതാവെന്ന നിലയിൽ പൃഥ്വിരാജ് യുവതാരങ്ങൾക്ക് വേണ്ടി പണം മുടക്കാൻ തയ്യാറായിട്ടില്ല എന്നും തന്റെ പ്രൊജക്ടുകളിൽ അദ്ദേഹം പ്രധാനമായും ആശ്രയിക്കുന്നത് ഒന്നുകിൽ തന്നെയോ അല്ലെങ്കിൽ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങളെയോ ആണെന്നും അഖിൽ മാരാർ തുറന്നടിച്ചു. മറിച്ച് നടൻ ദിലീപിന്റെ നിർമ്മാണ സംരംഭങ്ങളെ മാരാർ എടുത്തു കാണിക്കുന്നു. യുവ സംവിധായകനായ വിനീത് കുമാർ ആദ്യമായി സിനിമ സംവിധാനം ചെയ്തപ്പോൾ അതിനുവേണ്ടി പണം മുടക്കാൻ തയ്യാറായത് ദിലീപായിരുന്നു. ഈ പിന്തുണയാണ് മലയാള സിനിമയിലെ ഇന്ന് ശ്രദ്ധേയരായ നിവിൻ പോളി, അജു വർഗീസ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ അഭിനേതാക്കളെ പ്രേക്ഷകർക്ക് ലഭിക്കാൻ കാരണമായതെന്നാണ് അഖിൽ മാരാരുടെ നിരീക്ഷണം. ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ പുതുമുഖങ്ങളെ വിശ്വസിച്ച് പണം മുടക്കാനുള്ള ആർജവം ദിലീപ് പ്രകടിപ്പിച്ചു. വലിയ താരമൂല്യമില്ലാത്ത എന്നാൽ കഴിവുള്ള അഭിനേതാക്കളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സിനിമകൾ നിർമ്മിക്കാനുള്ള ദിലീപിന്റെ തീരുമാനം അഭിനന്ദനീയമാണ്. അതിനൊരു ഉദാഹരണമായി അർജുൻ അശോകൻ എന്ന നടനെ നായകനാക്കി സിനിമ നിർമ്മിക്കാൻ അദ്ദേഹം തയ്യാറായതിനെ മാരാർ ചൂണ്ടിക്കാണിച്ചു. ഒരു നടൻ എന്ന നിലയിൽ അർജുൻ അശോകന് അത് വലിയ മാർക്കറ്റ് ഇല്ലാതിരുന്നിട്ടും അദ്ദേഹത്തിന്റെ കഴിവിലുള്ള വിശ്വാസം കൊണ്ടാണ് ദിലീപ് ആ സംരംഭത്തിന് കൈകൊടുത്തതെന്നാണ് മാരാർ പറയുന്നത്. ഈ നിർമ്മാണ രീതി മലയാള സിനിമയ്ക്ക് ഒരു പുതിയ നല്ല അഭിനേതാക്കളെ സമ്മാനിക്കാനും കാരണമായി. എന്നാൽ താരതമ്യേന യുവതലമുറയിൽപ്പെട്ടതും പുതിയ മലയാള സിനിമയുടെ വക്താവ് എന്ന ഇമേജ് നിലനിർത്താൻ ശ്രമിക്കുന്നയാളുമായ പൃഥ്വിരാജിന്റെ നിർമ്മാണ സമീപനം ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്നാണ് മാരാരുടെ പക്ഷം. വായ്ത്താളം പറയുകയല്ലാതെ യഥാർത്ഥത്തിൽ യുവതാരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാരാർ വിമർശിക്കുന്നു. പൃഥ്വിരാജ് ഒരു സിനിമ സംവിധാനം ചെയ്തപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ താരമായ മോഹൻലാലിനെയാണ് അദ്ദേഹം നായകനാക്കിയത്. കൂടാതെ അദ്ദേഹം സ്വന്തമായി നിർമ്മാണ കമ്പനി തുടങ്ങിയപ്പോൾ താൻ നിർമ്മിക്കുന്ന സിനിമകളിലെ നായകനായി അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് മിക്കപ്പോഴും അദ്ദേഹത്തെ തന്നെയാണ്. ഇത് സ്വയം കേന്ദ്രീകൃതമായ ഒരു സമീപനമാണ്. വലിയ താരമൂല്യമില്ലാത്ത ഒരു യുവതാരത്തെ നായകനാക്കി സ്വന്തം ബാനറിൽ പൃഥ്വിരാജ് ഒരു സിനിമ നിർമ്മിക്കാൻ തയ്യാറായിട്ടില്ല എന്ന വസ്തുതയാണ് മാരാരെ ചൊടിപ്പിച്ചത്. ഈ വിഷയത്തിൽ നടൻ ദുൽഖർ സൽമാൻ സ്വീകരിച്ച സമീപനത്തെയും മാരാർ താരതമ്യത്തിന് വിധേയമാക്കുന്നുണ്ട്. ദുൽഖർ സൽമാൻ തന്റെ നിർമ്മാണ കമ്പനിയിലൂടെ യുവതാരങ്ങളെ വെച്ചുള്ള സിനിമകൾ നിർമ്മിക്കാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട്. ഇത് പുതിയ കാലഘട്ടത്തിലെ അഭിനേതാക്കളെയും സാങ്കേതിക വിദഗ്ധരെയും പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്നു. എന്നാൽ മലയാള സിനിമയെ രക്ഷിക്കാൻ വന്നുവെന്ന് പറയപ്പെടുന്ന പൃഥ്വിരാജ് സ്വന്തം ചേട്ടൻ ഇന്ദ്രജിത്ത് സുകുമാരനെ പോലും നായകനാക്കി ഒരു സിനിമ നിർമ്മിക്കാൻ പണം മുടക്കാൻ മടി കാണിച്ചുവെന്ന ഗുരുതരമായ ആരോപണമാണ് മാരാർ ഉന്നയിക്കുന്നത്. സ്വന്തം കുടുംബത്തിലെ ഒരു മികച്ച നടന് പോലും പിന്തുണ നൽകാൻ അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റു യുവതാരങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നത് എന്ന ചോദ്യം മാരാർ ഉന്നയിക്കുന്നുണ്ട്. ഈ താരതമ്യം കേവലം സാമ്പത്തികപരമായ ഒരു വിഷയത്തിനപ്പുറം മലയാള സിനിമയുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു ചർച്ചയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. സൂപ്പർ താരങ്ങളുടെ നിർമ്മാണ പിന്തുണയാണ് പലപ്പോഴും യുവതാരങ്ങളെയും പുതിയ ആശയങ്ങളുടെയും വളർച്ചയ്ക്ക് നിർണായകമാകുന്നത്. ഒരു യുവതാരം വലിയ വിജയം നേടുന്നതിന് മുമ്പ് അവരുടെ കഴിവിൽ വിശ്വസിച്ച് പണം മുടക്കാൻ പ്രമുഖർ തയ്യാറാകണം. അത്തരമൊരു പാരമ്പര്യം ദിലീപ് തുടർന്നപ്പോൾ പൃഥ്വിരാജ് തന്റെ കരിയറിലെ സ്വന്തം സിനിമകളെയും ഏറ്റവും വലിയ താരങ്ങളെയും മാത്രം ആശ്രയിച്ചു എന്ന വിമർശനമാണ് അഖിൽ മാരാർ വീണ്ടും ഉന്നയിക്കുന്നത്. സിനിമാ നിർമ്മാണത്തിൽ പൃഥ്വിരാജ് പിന്തുടരുന്ന ഈ സുരക്ഷിത പാത ഒരുപക്ഷെ അദ്ദേഹത്തിന് ബിസിനസ് പരമായി ലാഭകരമായേക്കാം. എന്നാൽ സിനിമാ മേഖലയിലെ യുവ പ്രതിഭകൾക്ക് അവസരം നൽകുന്നതിലൂടെ മാത്രമേ വ്യവസായം എന്ന നിലയിൽ മലയാള സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഒരു നടൻ എന്നതിലുപരി ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്തം അദ്ദേഹം പാലിക്കുന്നില്ല എന്ന വാദമാണ് മാരാർ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും. പുതിയ തലമുറയുടെ സിനിമ എന്ന ആശയത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്നെ സ്വന്തം നിർമ്മാണ ബാനറിലൂടെ അദ്ദേഹം ആ ആശയത്തിന് വിരുദ്ധമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. അതായത് വാക്കുകളിലും പ്രസ്താവനകളിലും കാണിക്കുന്ന പുരോഗമനപരമായ കാഴ്ചപ്പാട് സ്വന്തം പ്രവൃത്തികളിൽ അദ്ദേഹം കാണിക്കുന്നില്ല എന്നതാണ് മാരാറിന്റെ വിമർശനം. ചുരുക്കത്തിൽ മലയാള സിനിമയിൽ യുവതാരങ്ങൾക്ക് അവസരം നൽകുന്നതിൽ പൃഥ്വിരാജ് പരാജയപ്പെട്ടുവെന്നും എന്നാൽ ദിലീപ് ഒരുപാട് പേർക്ക് വഴികാട്ടിയായി എന്നും അഖിൽ മാരാർ അഭിപ്രായപ്പെടുന്നു.
ഈ താരതമ്യം മലയാള സിനിമയ്ക്കുള്ളിലെ നിർമ്മാണ തന്ത്രങ്ങളെയും യുവതലമുറയോടുള്ള സൂപ്പർ താരങ്ങളുടെ സമീപനങ്ങളെയും കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പൃഥ്വിരാജിന്റെ സമീപനം സ്വന്തം ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണോ, അതോ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ യുവതാരങ്ങളെ വെച്ചുള്ള സിനിമകൾ എടുക്കുന്നത് വലിയ റിസ്ക്കുള്ള കാര്യമായതുകൊണ്ടാണ് എന്നുള്ള ചർച്ചകൾക്ക് സിനിമാ ലോകത്ത് സജീവമാകാൻ ഈ പ്രസ്താവനകൾ കാരണമാകും.